നമസ്കാരം. ബീഹാറിന്റെ ജനവിധി നാളെ അറിയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദിശാസൂചകമായ തെരഞ്ഞെടുപ്പാണ് നടന്നത്. 20 വർഷമായി ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാർ ഭരണ തുടർച്ച നേടുമോ, അതോ ഇന്ത്യ മുന്നണിയുടെ ഉയർപ്പിന്റെ തുടക്കം ബീഹാറിൽ നിന്നാകുമോ? കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ് രാജ്യം. റെക്കോർഡ് വോട്ടിംഗ് ആണ് ബീഹാറിൽ നടന്നത്. കഴിഞ്ഞ തവണത്തെക്കാൾ 72 ലക്ഷം വോട്ടർമാർ അധികമായി വോട്ട് ചെയ്തു. എന്താണ് ബീഹാർ ഇന്ത്യക്കായി കാത്തുവെച്ചിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് ഈ അവലോകനത്തിനോടൊപ്പം ഡോക്ടർ ജി ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, ഡോക്ടർ വർഗീസ് ജോർജ് RJD, KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ BJP എന്നിവർ. ആദ്യം ഡോക്ടർ ഗോപകുമാർ, അഭൂതപൂർവമായ പോളിംഗ് ആണ് ബീഹാറിൽ നടന്നിട്ടുള്ളത്. 66.91% എന്നുള്ളത് ബീഹാറിന്റെ ചരിത്രത്തിലെ റെക്കോർഡാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും ക്രൂഷ്യലായി കാണേണ്ടത് സ്ത്രീകളുടെ പോളിംഗ് 71.6% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരെക്കാൾ 8.8% വനിതകളാണ് അധികമായി വോട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ പോളിംഗും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ശതമാനം കാണിക്കുന്നു. സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു വലിയ സർജ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായാൽ മാറ്റത്തിനുള്ള കാറ്റ് എന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ബീഹാറിന്റെ കാര്യത്തിൽ എക്സിറ്റ് പോളുകൾ മറിച്ചാണ് പറയുന്നത്. ഒരു സെഫോളജിസ്റ്റ് എന്നുള്ള നിലയിൽ കൂടി താങ്കൾ എന്താണ് ഇതിൽ കാണുന്നത്? ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ മുമ്പിൽ എക്സിറ്റ് പോളുകളാണ് പ്രധാനപ്പെട്ട ഡേറ്റ ആയിട്ടിരിക്കുന്നത്. ഒരു 95% എക്സിറ്റ് പോൾ ഏജൻസികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും, സ്ത്രീകളുടെ തള്ളിച്ച ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോൾ ചെയ്തത് പുരുഷന്മാരെക്കാൾ ചില മണ്ഡലങ്ങളിൽ 10 മുതൽ 15% കൂടുതലാണ്. ഇതെല്ലാം കാണിക്കുന്നത് സ്ത്രീകളുടേതായ ഒരു ഡിസൈസീവ് വോട്ടിംഗ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരഞ്ഞെടുപ്പിനോട് വളരെ അടുത്ത് കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം ഒരു തുടർ പദ്ധതി എന്നുള്ളൊരു ന്യായം പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ്റെ എതിർപ്പ് വലുതായിട്ട് വരാതെ 10,000 രൂപ ഓരോ സ്ത്രീകൾക്കും എത്തിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ കേരളം പോലെയോ മറ്റ് വികസിത സമൂഹങ്ങൾ പോലെയല്ല ബീഹാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും 1.5 കോടി സ്ത്രീകൾ 10,000 രൂപ വാങ്ങിച്ചു. അത് വലിയൊരു സ്വാധീന ശക്തിയാണ്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, സാമൂഹിക സൂചികയിൽ വളരെ പിന്നോക്കാവസ്ഥ, സാക്ഷരതയില്ല. ഈവൻ മൊബൈൽ ഫോൺ പോലും 55% ആൾക്കാരുടെ കയ്യിലേ ഉള്ളൂ. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 90% ആൾക്കാരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് തുടർച്ചയായി കിട്ടുന്ന ഈ ആനുകൂല്യം നിതീഷ് കുമാറിൻ്റെ തുടർ ഭരണത്തിന് അനുകൂലമാണ് എന്നുള്ള രീതിയിലേക്ക് ആ ഇൻ്റർപ്രിറ്റേഷൻ വരാൻ കാരണം, ആദ്യത്തെ ഫസ്റ്റ് ഫേസിലുള്ളതിനേക്കാൾ വർധനവ് സെക്കൻഡ് ഫേസിലും വന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ആവറേജ് എടുക്കുമ്പോൾ വേണം 66 ചെല്ലുവാനും വരും. അപ്പോൾ എന്തായാലും ബീഹാറിലെ പശ്ചാത്തലത്തിൽ ഇതൊരു വലിയൊരു മുന്നേറ്റമാണ്. അപ്പോൾ നിലവിലുള്ള എക്സിറ്റ് പോളുകളുടെ വിലയിരുത്തലിനെ മറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല, എന്നാൽ പോലും ഇപ്പോൾ തന്നെ വരുന്ന ഒരു അനാലിസിസ്. ദസ് ഹസാരി സ്കീം എന്നാണ് അത് അറിയപ്പെടുന്നത് പോലും. അപ്പോൾ 10,000 രൂപ ഒരു ഹൗസ് ഹോൾഡിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 കോടി കുടുംബങ്ങൾക്ക് 10,000 രൂപ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി കിട്ടിയിട്ടുണ്ട്. അവർ കൂടുതൽ ഇൻസ്റ്റാൾമെന്റ് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വനിതകളെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി ഡെവലപ്പ് ചെയ്യാൻ ശരിക്കും നിതീഷ് കുമാർ 2005 മുതൽ ആദ്യം അവർക്ക് ബൈസിക്കിൾ, പിന്നീട് ഓരോ വുമൺ സ്പെസിഫിക് ആയിട്ടുള്ള പദ്ധതികൾ, ജോലിയിൽ സംവരണം, ടീച്ചർ കോട്ടയിൽ 50% സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ വിജയം നേടി എന്നുള്ളതായിരിക്കുമോ? നിതീഷ് കുമാറാണ് ജയിക്കുന്നത് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാതൊരു സംശയമില്ല. നാളത്തെ തെരഞ്ഞെടുപ്പിൽ JDU NDA സഖ്യം BJP സഖ്യം വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത് നിതീഷ് കുമാറിനാണ്. കാരണം സ്ത്രീകളെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ച് ബീഹാറിൻ്റെ ഘടകത്തിൽ ഒരു സാമൂഹിക ചലഞ്ചാണ്. കാരണം സ്ത്രീകൾ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കുന്നു, ഇല്ലിറ്ററേറ്റ് ആയിരിക്കുന്നു, ബാക്ക്വേർഡ് ആയിരിക്കുന്നു. അത്തരം ഒരു സമൂഹത്തിന് ഒരിക്കലും പുരോഗതി വരാൻ പറ്റില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി തുടർച്ചയായി കൊടുക്കുന്ന പല പദ്ധതികൾ, ആ പദ്ധതികളിൽ ജനങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. അപ്പോൾ അവിടെ സംബന്ധിച്ചോളം വലിയ പ്രശാന്ത് കിഷോർ പറയുന്ന പോലെ വലിയൊരു സാമൂഹിക വികസനത്തിൻ്റെ വിദ്യാഭ്യാസം അതൊക്കെ വരുന്ന രീതിയിലേക്ക് ബീഹാർ വളർന്നിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്ത്രീകളുടെ വികസനം, റോഡ്, ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത്തരം മേഖലയിൽ ആൾക്കാർക്ക് വളരെ വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ടോയ്ലറ്റ്സ് വന്നു, അതും അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് വീടിനകത്ത് ടോയ്ലറ്റ്സ് ഇല്ല. പഴയ സമയത്ത് അവർക്ക് പറമ്പിലൊക്കെ പോകണമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സ്ത്രീകളെ കയ്യിലെടുത്തു. ആ വോട്ടാണ് ഇത് കൂടുതലും ഗുണം ചെയ്തത്. തീർച്ചയായിട്ടും ഈ ജാതി തിരിച്ചുള്ള കാസ്റ്റ് വോട്ട് ബാങ്കിന് അപ്പുറത്തൊരു വിമൺ കോൺസ്റ്റിറ്റ്യുവൻസി രൂപീകരിച്ചു എന്നുള്ളത്
വലിയ തോതിൽ സ്ത്രീകളുടെ ഒരു വോട്ടിംഗ് അനുകൂലമായിട്ടുണ്ടെങ്കിൽ നിതീഷ് കുമാറിന് വീണ്ടും തുടർഭരണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ഡോക്ടർ വർഗീസ് ജോർജ്, നമ്മളൊരു 3 മാസം മുമ്പ് ബീഹാറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരം, ആന്റി ഇൻകംബൻസി അതിന്റെ വേരുകളിൽ പോലും ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ വോട്ടർ അധികാർ യാത്ര നടത്തിയ സമയത്തുണ്ടായിട്ടുള്ള ഒരോളം. പക്ഷേ ആ കടുത്ത ഭരണവിരുദ്ധ വികാരത്തെ കഴിഞ്ഞ 3 മാസം കൊണ്ട് നിതീഷ് കുമാറിന് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതണോ? ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോളുകൾ അതിന്റെ സൂചന നൽകുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒപ്പം 20 കൊല്ലം നിതീഷ് കുമാറിന്റെ ഭരണമായിരുന്നു. പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക്, ജംഗിൾ രാജ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ എതിരാളികൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിനും നിതീഷിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിലാഷേ, ഡോക്ടർ ഗൗഹർ പറഞ്ഞ പോലെ എക്സിറ്റ് പോളുകൾ NDA സഖ്യത്തിന് അനുകൂലമാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകളിലുള്ള ഒരു ഫെയ്ത്ത് പഴയതുപോലെ ഇല്ല. പക്ഷേ പ്രത്യേകിച്ച് നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് രാത്രി പല കാര്യങ്ങളും പറയുന്നതിൽ സന്ദേഹമുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് മിക്ക എക്സിറ്റ് പോളുകളും BJP NDA അലയൻസിന് 400-ൽ കൂടുതൽ സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. 380 തൊട്ടുള്ള സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. അതെല്ലാം പരാജയപ്പെട്ടു പോയി. ആ എക്സിറ്റ് പോളിൻ്റെ തലവൻ ആക്സിസ് മൈ ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം TVയിലിരുന്ന് പൊട്ടിക്കരയുകയാണ് പരാജയപ്പെട്ടില്ല. പക്ഷേ പ്രദീപ് ഗുപ്ത, പക്ഷേ ബീഹാറിലെ ലോക്കൽ ചാനലുകൾ, പ്രാദേശിക ചാനലുകൾ നടത്തിയ ധാരാളം എക്സിറ്റ് പോളുകൾ ഞാൻ കാണുകയുണ്ടായി. അവരെല്ലാവരും മഹാഗഠബന്ധന് ഒരു സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചുള്ള ഡേറ്റ പൂർണ്ണമായിട്ടും ഗൗഹർ സാർ സ്വീകരിച്ചെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശരിയാണോ എന്നെനിക്കറിയത്തില്ല. രണ്ടാമത് ഇവിടെ ചോദിച്ചത് ഹൈ സർജ് ഇൻ പോളിംഗ് എന്നുള്ളതാണ്. പോളിംഗ് വന്ന വർധനവ് 69% രണ്ടാമത്തെ ഘട്ടത്തിലും ആദ്യത്തെ ഘട്ടത്തിൽ 65% വന്നിട്ടുണ്ട്. അപ്പോൾ ബീഹാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം കാണുന്നത് എപ്പോഴെങ്കിലും ഒരു 5% കൂടുതൽ തലേ തവണത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റ് കൂടിയാൽ അവിടെ ചേഞ്ച് ഓഫ് ഗവൺമെൻറ്റാണ് നമ്മൾ കാണുന്നത്. 67, 80 എല്ലാം ഒരു 5% കൂടുതൽ വോട്ടിംഗ് കൂടിയാൽ എപ്പോഴും ചേഞ്ച് ഓഫ് ഗവൺമെൻറ് മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നുണ്ടായിരിക്കുന്ന ഈ മാസീവായിട്ടുള്ള മൊബിലൈസേഷൻ ഒരുപക്ഷെ നിലവിലുള്ള ഗവൺമെൻറ്റിന് എതിരായിട്ട് കൂടിയാണോ എന്നുള്ള ഒരു അങ്ങനെ ഒരു അവലോകനം പ്രസക്തമാണ്. പക്ഷേ ഡോക്ടർ വർഗീസ് ജോർജ്, ഈ സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെന്റേജിൽ വന്നിട്ടുള്ള വലിയ സർജ് ഉണ്ടല്ലോ. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ 77-ൽ JP മൂവ്മെന്റ് തുടങ്ങിയത് ബീഹാറിലാണല്ലോ. അതിനുശേഷം ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ്, 77-ലെ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ അപേക്ഷിച്ച് 23.17% പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനത്തിലെ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത്ര ഗ്യാപ്പ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ, സ്ത്രീ വോട്ടർമാരുടെയും പുരുഷ വോട്ടർമാരുടെ ഇടയിലുണ്ട്. പക്ഷേ 2005 മുതൽ വോട്ടർ ടേൺ ഔട്ടിൽ സ്ത്രീകൾ മുമ്പിലെത്തിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ആ ഗ്യാപ്പ് 8.8 ആയി ഉയർന്നിരിക്കുന്നു. 71.6, 71.6% സ്ത്രീകൾ ബീഹാറിൽ വോട്ട് ചെയ്തു എന്നുള്ളത് RJDയെ സംബന്ധിച്ച് നല്ല സൂചനയാണോ മോശം സൂചനയാണോ? അതൊരു വസ്തുതയാണ്. 28 ലക്ഷം കൂടുതൽ വനിതകൾ പുരുഷന്മാരെക്കാൾ വോട്ട് ചെയ്തു. പക്ഷേ ഓർക്കേണ്ട ഒരു വസ്തുത, ഈ സ്ത്രീകളുടെ സോഷ്യൽ പ്രൊഫൈൽ എന്താണ്? ആ സ്ത്രീകളും യാദവ മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ജെൻഡർ മാത്രമല്ല നമുക്കവിടെ കൺസിഡർ ചെയ്യാവുന്നത്. ഈ കൂടിയ വർധനവ് യാദവ മുസ്ലിം സ്ത്രീകളുടെ വർധനവാണ്. അവർ സാമ്പ്രദായികമായി വോട്ട് ചെയ്യുന്ന RJD പോലെയുള്ള വിഭാഗങ്ങളെ അത് ഒരു പക്ഷേ സഹായിച്ചെന്നും ഇരിക്കും. അങ്ങനെയും നമുക്കൊരു ആർഗ്യുമെൻ്റ് ഉന്നയിക്കാവുന്നതാണ്. മാത്രമല്ല സ്ത്രീകളുടെ മാത്രം വോട്ട് കണക്കിലെടുത്ത് നമുക്ക് വിധി നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ യുവാക്കളുടെ ഒരു വോട്ടുണ്ട്, ആസ്പിറേഷണൽ വോട്ട്സ് ഉണ്ട്. ഞങ്ങൾക്കൊരു മാറ്റം വേണം. കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടുത്തെ എല്ലാ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും വളരെ തകർന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജനാരോഗ്യം, റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ. ഒരുപക്ഷെ ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ ഏറ്റവും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് തകർന്ന ഒരു സ്റ്റേറ്റ് ഇപ്പോൾ ബീഹാറാണ്. അതുകൊണ്ട് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു മാറ്റം വേണമെന്നുണ്ട്. മാത്രമല്ല മഹാഗഠബന്ധൻ്റെ ഒടുവിൽ വന്നപ്പോൾ അവർ മാനിഫെസ്റ്റോ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ എല്ലാവർക്കും സർക്കാർ ജോലി എന്നൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ യുവാക്കളുടെ ഒരു മാസീവായിട്ടുള്ള ഇൻഫ്ലക്സും ഈ വോട്ടിംഗ് പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും 2 തരത്തിലും അത് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് 2 തരത്തിലും വ്യാഖ്യാനിക്കാം. ശ്രീ PR ശിവശങ്കർ, ഹിന്ദി ഹൃദയ ഭൂമിയിൽ BJPക്ക് ഇതുവരെയും ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത
സംസ്ഥാനം ബീഹാറാണ്. ഇത്തവണയും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം നിതീഷിന്റെ പോപ്പുലാരിറ്റിയിലാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ആണ് NDAയിൽ ബെറ്റർ പെർഫോമർ ആയത്. നിങ്ങൾക്കായിരുന്നു സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയും ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകൾ പറയുന്നത് BJPക്കും JDUവിനും ഏതാണ്ട് ഒരേ നമ്പർ സീറ്റുകൾ അല്ലെങ്കിൽ വലിയ വ്യത്യാസമില്ലാത്ത സീറ്റുകൾ എന്നുള്ളതാണ്. എക്സിറ്റ് പോളുകൾ ശരിയാവുമോ തെറ്റുമോ എന്നുള്ളത് വേറെ വിഷയം. എൻ്റെ ചോദ്യം, സ്വന്തമായി നിതീഷ് കുമാറിനെ ആശ്രയിക്കാതെ ഭരണത്തിലെത്തുക എന്നുള്ള നിലയിലേക്ക് എന്തുകൊണ്ടായിരിക്കും ബീഹാറിൽ BJP വളരാത്തത്? എന്തുകൊണ്ടാണ് ഒരു CM ഫേസിനെ അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് ഫേസിനെ മുന്നോട്ട് വെക്കാൻ തന്നെ BJPക്ക് കഴിയാത്തത് അവിടെ? നോക്കൂ അഭിലാഷ്, ഇത് ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു ദീർഘകാലമായി പല സഖ്യകക്ഷിയായിട്ടുള്ള JDUവിനെ അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഹീസ് എ ടോൾ ലീഡർ. അത് തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം അനുസരിച്ചിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിലിപ്പോൾ ഞങ്ങൾ വലിയ തർക്കമൊന്നും ഞാൻ കാണുന്നില്ല. അതിലാര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ അഭിലാഷണം തർക്കമുള്ളൂ. മുഖ്യമന്ത്രി അത് BJP സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ JDU BJP സഖ്യത്തിൻ്റെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഗോകുമാർ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഡാറ്റ അനുസരിച്ച്, എക്സിറ്റ് പോളിൻ്റെ ഡാറ്റ അനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ മാർഗമുള്ളൂ. പിന്നെ എനിക്ക് ഈ ചർച്ചയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ബീഹാറിനെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെയോ ഒരുപക്ഷെ കേരളത്തെയും ജാതിയുടെ മാത്രം ഒരു അടിസ്ഥാനത്തിൽ അത് ഇന്ന ജാതി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഒരു പിന്നോക്ക വിഭാഗക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന കാലത്തിൽ നിന്ന് കേരളവും മാറിയിരിക്കുന്നു, ബീഹാറും മാറിയിരിക്കുന്നു, UPയും മാറിയിരിക്കുന്നു. ചില ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള ജാതീയ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ചിന്തിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, ഇവിടെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു വുമൺ സെൻട്രിക് പൊളിറ്റിക്സ് അത് ഇന്ത്യയിൽ എല്ലായിടത്തും, ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും വന്നിരിക്കുന്നു. നമ്മുടെ ഈ ചർച്ചയിൽ എടുക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 50% റിസർവേഷൻ ഫോർ വുമൺ. അത് കാസ്റ്റ് പൊളിറ്റിക്സിൽ നിന്നും ടോട്ടലി വേർപെട്ടുകൊണ്ട് വിമൻസിന് 50%, അതെ, ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ 33% ട്രാൻസ്പോർട്ടിലുമടക്കം ലോക്കൽ ഗവൺമെൻറ് പോസ്റ്റിങ്ങിലുമടക്കം 50% റിസർവേഷൻ വുമൻസിൽ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ജോലി ലഭിക്കുകയും അതുകൊണ്ട് തന്നെ കുടുംബം കുറച്ചുകൂടി ആരോഗ്യപരമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വളരുകയും ചെയ്തു എന്നുള്ളത് ബീഹാറിലെ ഒരു തുടക്കമായിരിക്കാം. പക്ഷേ അവർ വളരെ ആവേശത്തോടെ സ്ത്രീകൾ ഏറ്റെടുത്തിരിക്കുന്നു. അവർക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ പുതിയതായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിപ്പോൾ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവതരിപ്പിച്ച് വിജയിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തൊക്കെ പോളിസിയാണ് ഒരു സംസ്ഥാനത്ത് ഭരണത്തിൽ വരുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ടുള്ള പോളിസി, ആ പോളിസി ആയിരിക്കും ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിശ്ചയിക്കുന്നത്. കാസ്റ്റ് വൈസ് വോട്ടിൻ്റെ കാലം കഴിഞ്ഞു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ത്രീകളും കഴിഞ്ഞത്. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയുന്നത് പോലെ ഒരു എനർജറ്റിക് ഫേസാണ് തേജസ്വി എന്നുള്ള വാദമുഖങ്ങൾ ഒരു പക്ഷേ അത്രത്തോളമൊന്നും ഏക്കില്ല. കാരണം അത്രത്തോളം എനർജറ്റിക് ആകുമ്പോൾ തന്നെ പാർട്ടിയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിലും അദ്ദേഹത്തിൻ്റെ ഒരു റഫ് ആറ്റിറ്റ്യൂഡ്, അതൊരു അഖിലേഷിൻ്റെ പോലെ അത്ര സോഫ്റ്റ് പോലുമല്ല, UPയിലെ അഖിലേഷിനെ പോലെ അത്ര സോഫ്റ്റ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 3, ഇവിടെ വോട്ടധികാർ യാത്ര, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ പോലും പിന്നീട് തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഇത്തരം യാത്രകളുടെ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രൈക്കിംഗ് റേറ്റ് കൂട്ടുവാൻ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം പോളിസിയുടെ ഒരു വിജയം തന്നെ ഈ എക്സിറ്റ് പോളിൽ കാണാൻ സാധിക്കുന്നു. ശരി, ഓക്കെ. ശ്രീ KP നൗഷാദ് അലി, എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്? നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചത് മോദി സർക്കാരിന് എതിരെയുള്ള ഒരു ജനവികാരം അനുനിമിഷം രാജ്യത്ത് ശക്തിപ്പെടുമെന്നൊക്കെയായിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുക്കൂ. ഹരിയാന കോൺഗ്രസിന് കേക്ക് വാക്കെന്ന് എല്ലാവരും വിചാരിച്ചു. അനായാസം ഇതാ കോൺഗ്രസ് ഭരണകൂടമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി. അവിടെ BJP വീണ്ടും അധികാരത്തിലെത്തി. മഹാരാഷ്ട്ര ലോക്സഭാ ഇലക്ഷന്റെ കൂടി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ മഹാഗഡ്ബന്ധൻ അനായാസം വിജയിക്കും, ശിവസേനയും കോൺഗ്രസും NCPയും കൂടെ ഭരിക്കും എന്ന് വിചാരിച്ചു. അവിടുത്തെ സർക്കാർ വളരെ അൺപോപ്പുലർ ആയിരുന്നു. അവിടെ വമ്പൻ തിരിച്ചടിയാണ് നിങ്ങളുടെ മുന്നണിക്കേറ്റത്. അത് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഭരിച്ച ഡൽഹി
ഇത്തവണയും കെജ്രിവാൾ മാജിക് എന്ന് പ്രതീക്ഷിച്ചു. അവിടെയും BJP അധികാരം പിടിച്ചു. ഇപ്പോ ബീഹാർ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ശക്തമായ കെട്ടുറപ്പുള്ള ബേസ് ഉള്ള സംസ്ഥാനമാണ് ബീഹാറിലും തിരിച്ചടിയാണ് എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കില്ലേ? ജയിക്കാൻ പറ്റാത്ത ഫ്രണ്ട് എന്നുള്ള നിലയിലാവില്ലേ അവസ്ഥ? അഭിലാഷ് സുദീർഘമായ ചോദ്യം ചോദിച്ചു. ഇവിടെ അല്ലാതെയും പല പാനലിസ്റ്റുകളും സുദീർഘമായിട്ട് പലതും പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം. അതായത് ഇവിടെ ബീഹാറിൽ ഇത്രയധികം പോളിംഗ് ശതമാനം ഉയർന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരത്തിൽ നിന്ന് 2 പതിറ്റാണ്ടായി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന വലിയ കൂട്ടമായ വോട്ടിംഗ് ആണ്. ആ വോട്ടിംഗ് മുൻകാലങ്ങളിലെ പോലെ ഞങ്ങൾ ഒരു വോട്ടിന് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്ത്യ കഴിഞ്ഞുപോയി അഭിലാഷേ. ഇന്ന് ബീഹാറിലൊരു മണ്ഡലത്തിൽ BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 20,000-25,000 വോട്ടിൻ്റെ ലീഡ് വേണം. അപ്പോൾ അത്തരം വലിയൊരു ലീഡിലേക്ക് ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയൊക്കെ എത്തണമെങ്കിൽ ജനങ്ങൾ കൂട്ടമായിട്ട് വോട്ട് ചെയ്യണം. ഇത് ജനാധിപത്യം നിലനിർത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ABVP, മഹിളാ മോർച്ച, യുവമോർച്ച തുടങ്ങിയ സംഘടനകളെക്കാൾ BJPക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പോഷക ഘടകമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് മാറിക്കഴിഞ്ഞു. ഹരിയാനയിൽ 25 ലക്ഷത്തിൻ്റെ വോട്ട് ചോരി ആരോപണം ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കാനുള്ളത് ഇതെന്തേ അന്ന് പറഞ്ഞില്ല, എന്തേ ഇത്ര കാലമായിട്ട് വൈകി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വസ്തുതാപരമായി ഒന്നിനും ഒരു അഭിസംബോധന നടത്താൻ ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ദുഷിച്ച വ്യവസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു 25,000-30,000 വോട്ടിൻ്റെ ലീഡ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ബീഹാറിൽ അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മഹാ പോളിംഗ് ആണ് ചരിത്രവും സംസ്കാരവും ഒക്കെ വൈവിധ്യപൂർണമായിട്ട് നിലനിൽക്കുന്ന ബീഹാറിൽ നടന്നത്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ ശ്രീ ഗോപകുമാർ നേരത്തെ പറയുകയുണ്ടായി 10,000 രൂപ സ്ത്രീകൾക്ക് കൊടുത്തു എന്ന്. ഈ 10,000 രൂപയുടെ ആ കൊടുക്കലുമായി ബന്ധപ്പെട്ട് സദയം ഒരു ജനാധിപത്യ ബോധമുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ സ്ത്രീകളെ പരിതാപകരമായ പടുകുഴിയിൽ 2 പതിറ്റാണ്ട് കൊണ്ട് ചവിട്ടിത്താഴ്ത്തിയ ഒരു സർക്കാർ ഈ പറഞ്ഞ വോട്ടിന് വേണ്ടി 10,000 ഔദ്യോഗികമായിട്ട് കൈക്കൂലി കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുചേർന്നുകൊണ്ട് ഇവർ നടത്തിയ നഗ്നമായ ജനാധിപത്യ വിരുദ്ധതയാണിത്. ഇത്തരം 2 പതിറ്റാണ്ട് കൊണ്ട് ആ നാട്ടിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ എന്ത് ഭരണാധികാരികളാണ് അഭിലാഷേ? ഒരു രാഷ്ട്രീയക്കാരൻ അവൻ ഭരണാധികാരിയാണെങ്കിൽ 2 പതിറ്റാണ്ട് വേണ്ട, അവന് 20 മാസം മതി വിപ്ലവം ഉണ്ടാക്കാൻ ഭരണരംഗത്ത്. ഈ 2 പതിറ്റാണ്ടായിട്ടും ബീഹാറിനെ അവികസിതാവസ്ഥയുടെ പടുകുടിയിൽ താഴ്ത്തിയ ആളുകളൊക്കെയാണ് പോളിസിയും നയവും സ്ത്രീകൾ ഗുണമുണ്ടാവുന്ന ഒരു സർക്കാരും നയമൊക്കെ ആയിട്ട് പറയുന്നത്. അവിടെ നിശ്ചയമായിട്ടും ബീഹാറിന്റെ ജനത എന്ന് പറഞ്ഞാൽ ഭോജ്പുരിയും മഗധിയും മൈഥിലിയും ബാജിക്കയും അംഗികയും ഒക്കെ അടക്കമുള്ള ഹിന്ദി ഭാഷയുടെ ആധികാരികവും ഔദ്യോഗികവുമായ വകഭേദങ്ങളുള്ള മഗധ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം തൊട്ട് ബുദ്ധഗയ തൊട്ട് അങ്ങനെ വരുന്നൊരു മഹാസംസ്കാരത്തിന്റെ സംഗമ ഭൂമിയാണ് ബീഹാർ. ജബ് തക് രഹേഗെ സമൂസേ മേ ആലു തബ് തക് രഹേഗെ ബീഹാർ മേ ലാലു എന്ന മുദ്രാവാക്യം ഈ വർഷം അടിവരയിട്ടുകൊണ്ട് അവിടെ കോൺഗ്രസ് പിന്തുണയിൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും. അഭിലാഷേ, നമുക്ക് മണിക്കൂറുകൾ കാത്തിരുന്നാൽ മതിയല്ലോ. ശരി, ഓക്കെ. അവിടെ ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയുടെ വിജയം നമുക്ക് നാളെയേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുൻ ഉദാഹരണങ്ങൾ എടുത്താൽ ഇപ്പോൾ മധ്യപ്രദേശിൽ അവിടെ ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭരണം അൺപോപ്പുലറായി നിൽക്കുന്ന സമയത്താണ് അവിടെ ലാഡ്ലി ബെഹിൻ സ്കീം പ്രഖ്യാപിച്ചത്. വുമൺ ഓറിയന്റഡ് ആയിരുന്നു, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ആയിരുന്നു. അത് വിജയിച്ചു. BJPക്ക് തുടർ ഭരണം കിട്ടി. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് തിരിച്ചടി ഏറ്റതിനു ശേഷം ജൂൺ മാസം ഒടുവിലാണ് അവിടെ ലഡ്കി ബഹിൻ സ്കീം പ്രഖ്യാപിക്കുന്നത്. അതും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു. ഇവിടെ അതുപോലെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി മാഞ്ചി പ്രോഗ്രാം. ഇപ്പോൾ ഇവിടുത്തെ മഹിളാ റോസ്ഗാർ യോജന കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീ സ്പെസിഫിക് ആയിട്ട് 1000 രൂപ, അതുപോലെ തന്നെ യുവാക്കൾക്ക് 1000 രൂപ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ആണ് വിജയിക്കുന്ന തന്ത്രമെങ്കിൽ, ഇതാണ് വിജയിക്കുന്ന കെമിസ്ട്രി എങ്കിൽ നിലവിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രതിപക്ഷ മുന്നണികൾക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കല്ലേ ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്? ഞാൻ അതിനോട് തീർച്ചയായിട്ടും യോജിക്കുകയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തിൽ. കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് എപ്പോഴും ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് പഴയ കാലത്ത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ കോൺഗ്രസിനും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഏത് പാർട്ടി ഭരിക്കുന്നോ അവർക്കൊരു
നാച്ചുറൽ അഡ്വാൻറ്റേജ് വരും. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് പറയാനായിട്ട്, പഴയ കാലത്തെ ചരിത്രം ഉൾപ്പെടെ. ഇവിടെ ബീഹാർ പോലുള്ള രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കിനെ ഒന്ന് ചെറുതായി മാറ്റി. അതില്ലാന്ന് ഞാൻ പറയില്ല, അതവിടെയുണ്ട്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ്, ആ ഒരു ഏജ് ഫാക്ടർ, അത് മുന്നോട്ട് വർത്തി വികസനം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ, അവരുടെ വളർച്ച, സാമ്പത്തിക വളർച്ച, ഇത് എല്ലാ പാർട്ടികൾക്കും ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. ആകണം എന്നാണ് ഞാൻ പറയുന്നത്. ജാതിയേക്കാൾ എത്രയോ ഭേദമാണ്, വർഗീയതയേക്കാൾ എത്രയോ ഭേദമാണ് വിമൻ ഡെവലപ്മെൻറ്റ്. ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, തമ്മിൽ ഭേദം തീർച്ചയായിട്ടും ജെൻഡർ ഫാക്ടറാണ് കാസ്റ്റിനേക്കാൾ. അപ്പോൾ കാസ്റ്റ് അവിടെ ഇല്ലയെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയില്ല, അതവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടർ കണക്കാക്കി നമ്മളിപ്പോൾ ഈ ജാതിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ NDA ആണ് വിജയിക്കുന്നത് എങ്കിൽ അവിടെ ഈ ജാതിയുടെ കോമ്പിനേഷൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൊയ്രി സമുദായത്തെ സംബന്ധിച്ച് RLM ഉണ്ട്, അതിദളിതരെ സംബന്ധിച്ച് HAM ഉണ്ട്, ദളിതരെ സംബന്ധിച്ച് പാസ്വാൻ സമുദായക്കാരെ സംബന്ധിച്ച് LJP ഉണ്ട്, അപ്പർ കാസ്റ്റ് വോട്ടുകൾ കിട്ടുന്ന BJPയും കുർമി സമുദായം കൂടുതലായി വോട്ട് ചെയ്യുന്ന JDU ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു പെർഫെക്റ്റ് കാസ്റ്റ് ബാലൻസ് NDA പക്ഷത്തുണ്ട്, രണ്ട് പക്ഷത്തുമുണ്ട്. യാദവ് മുസ്ലിം കോമ്പിനേഷൻ എന്ന് പറയുന്ന ജാതീയതയാണ് മറുവശത്ത് മഹാഗഡ്ബന്ധൻ ശ്രമിച്ചപ്പോൾ ഈ വശത്ത് മിക്കവാറുമുള്ള കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോൺ യാദവ് മുഴുവൻ ഒരു വശത്ത് ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നു. അതിനു പുറമെ മഹാദളിത്, പിന്നെ ചെറിയ ചെറിയ മാഞ്ചി എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ വോട്ട് കിട്ടുന്ന. അപ്പോൾ ഈ വോട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് തീർച്ചയായിട്ടും ഭാരതത്തെ പോലത്തെ രാഷ്ട്രീയത്തിൽ ഒരു സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ശാക്തീകരിക്കപ്പെട്ട ഒരു വോട്ടറല്ല. അയാൾ എല്ലാ ഫാക്ടേഴ്സിനും വശംവദരാവുന്നതാണ്. ബീഹാറിൽ പ്രത്യേകിച്ച് പരമ്പരാഗതമായി ജാതിയും മതവും വലിയ ഘടകമാണ്. അപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ലാലു പ്രസാദ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട്, മുമ്പ് കർപ്പൂരി താക്കൂർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് ലാലു പ്രസാദ് യാദവ് ഒരു വശത്തും നിതീഷ് കുമാർ മറുവശത്തും ആ കണ്ടിന്യൂവേഷൻ വന്നപ്പോൾ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് താൽക്കാലികമായിട്ട് രംഗത്തില്ല, ഇല്ലെങ്കിൽ പ്രായാധികം കൊണ്ടും രംഗത്തില്ല. പക്ഷേ ഇവിടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിലും നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിതീഷ് കുമാറാണ്. നമ്മളത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, ആ ഒരു ഫാക്ടറുണ്ട്. കാരണം മറുവശത്ത് മുസ്ലിം യാദവ് കോമ്പിനേഷനപ്പുറം മറ്റൊരു ഘടകം അവിടെ വരുന്നില്ല. അപ്പോൾ സോഷ്യൽ ഫാക്ടറിനകത്ത് ജെൻഡർ നോക്കുമ്പോൾ NDAക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗത്തും ഈ അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് NDAക്ക് ഗുണം ചെയ്യുമെന്നാണ്. നാളെ തിരഞ്ഞെടുപ്പ് വിധി മറ്റൊന്നായാൽ നമ്മളത് അംഗീകരിക്കുകയും ചെയ്യും. ഈ പുറമേ എക്സിറ്റ് പോളുകൾ അതൊരു വ്യവസായമാണെങ്കിൽ നാളെ അത് തെറ്റിപ്പോവുകയാണെങ്കിൽ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ വ്യവസായം അടച്ചുപൂട്ടണം. തീർച്ചയായും. അല്ല, പക്ഷേ ഹരിയാനയിലെ മുഴുവൻ എക്സിറ്റ് പോളുകളും തെറ്റിപ്പോയി. അതെ, കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞു. അതിന് മാധ്യമ ഏജൻസികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ശാസ്ത്രീയമായി പഠിക്കാതെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് നോക്കിയിട്ട് പോകുന്ന എക്സിറ്റ് പോളുകൾക്കാണ് ഈ കുഴപ്പം. അക്കാദമിപരമായി ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഹരിയാനയിലെ എല്ലാ എക്സിറ്റ് പോളും തെറ്റിപ്പോയി. നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ ആരോ പറഞ്ഞു 400 സീറ്റൊന്നും ആരും ഒരു എക്സിറ്റ് പോളും പറഞ്ഞിട്ടില്ല. പ്രീ പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രീ പോളിൽ 350, 350. തെരഞ്ഞെടുപ്പ് അടുത്തോട് വരുമ്പോഴത്തേക്കും ഈ കണക്കുകൾ താഴോട്ട് വന്ന് 300-നും 350-നും ഇടയ്ക്കൊക്കെയാണ് നിന്നത്. 400 പറഞ്ഞത് BJPക്കാരാണ്. ശരി, ശ്രീ വർഗീസ് ജോർജ്, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ RJDയുടെ പ്രാമുഖ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി സമൂസയിൽ ഉരുളക്കിഴങ്ങ് ഉള്ളതുപോലെ ലാലു പ്രസാദ് ബീഹാറിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോകളൊക്കെ വെച്ച ബോർഡുകൾ മാറ്റേണ്ടി വന്നു എന്നാണ് ബീഹാറിൽ നിന്ന് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പഴയ ഭരണത്തിന്റെ ജംഗിൾ രാജിന്റെ ഓർമ്മകൾ ഉണർത്തുന്നു. ആ നിലയ്ക്ക് ലാലുവിന്റെ പഴയ ഭരണം ഒരു ബാധ്യതയാവുമോ? സുശാസൻ ബാബു ഇവിടെ ഭരിക്കുന്നു, നല്ല ഭരണം കാഴ്ചവെക്കുന്നു, പഴയതുപോലെയുള്ള കാട്ടുനീതി ഇല്ല എന്ന മട്ടിൽ വനിതകളും യുവാക്കളും ഒക്കെ ആ ഒരു മനോനിലയിലേക്ക് എത്തിക്കഴിഞ്ഞോ? പഴയ ഭരണം ദുർഭരണമായിരുന്നു എന്ന ഒരു വിചാരണയോ ആരോപണമോ കൂടിയാണ് യഥാർത്ഥത്തിൽ RJDക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് ഒരു നെഗറ്റീവ് ഫാക്ടറായി വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് നമ്മൾ പോളിറ്റിക്സിനെ കാണുന്ന ഒരു പരിപ്രേക്ഷ്യത്തിലിരിക്കും. അവിടെ ലാലു പ്രസാദ് യാദവ് പ്രതിദാനം ചെയ്യുന്നത് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജനസംഖ്യയിലെ രണ്ടാമത്തെ വലിയ സ്റ്റേറ്റായ ബീഹാറിൽ ഇതുവരെ BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ സാധിക്കാത്തത്? അതിന് കാരണം അവിടെ ലാലു പ്രസാദ് യാദവ് നിർമ്മിച്ച ഒരു കോയിലീഷനുണ്ട്, ഒരു നിയോജകമണ്ഡലമുണ്ട്. ദളിതുകൾ, ആദിവാസികൾ, പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ. അപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ
കമ്മ്യൂണലിസത്തെ നമ്മൾ നേരിടുന്നത് അവിടെ സോഷ്യൽ ജസ്റ്റിസ് പൊളിറ്റിക്സ് കൊണ്ടാണ്. ഈ വർഗീയ ശക്തികൾക്കെതിരെ ഒരു വലിയ മതിൽ കെട്ടി ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ അണിനിരത്തുകയാണ് ലാലു പ്രസാദ് യാദവ് ചെയ്തത്. അവിടെ ലാലു പ്രസാദ് യാദവിനെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, മുഖ്യ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അവരൊക്കെ എപ്പോഴും അപകീർത്തിപ്പെടുത്താനും വികൃതിപ്പെടുത്താനുമാണ് സാധിക്കുന്നത്. പക്ഷേ അഭിലാഷ്, അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ദളിതർ, പിന്നോക്കക്കാർ അവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, എഴുന്നേറ്റ് നിന്ന മുഖത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ അടിച്ച് താഴെ ഇടുകയല്ലേ. ഞങ്ങളവിടെ ബീഹാറിൽ പോയപ്പോൾ, നാഷണൽ കൗൺസിലിന് പോയപ്പോൾ ഇപ്പോഴും അവിടെ ഭൂപ്രഭുക്കളുടെ വലിയൊരു ആധിപത്യമുണ്ട്. അങ്ങനെ ഒരു ഭൂപ്രഭുക്കളുടെ ആധിപത്യമുള്ള സമൂഹത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച്, നേരത്തെ ഏറ്റവും കൂടുതൽ ബൂത്തിൻ്റെ വോട്ട് പിടുത്തം നടന്ന ബീഹാറിലല്ലേ, ഇപ്പോൾ അത് നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഡിഗ്നിറ്റി, ഒരു സെൽഫ്ഹുഡ് ഒക്കെ അവർക്ക് കൊടുത്തത് ലാലു പ്രസാദ് യാദവാണ്. മാത്രമല്ല, ഈ ലാലു പ്രസാദ് യാദവിനെ എന്തുകൊണ്ടാണ് ഇത്രയും അപമാനിക്കുന്നത്? ഡോക്ടർ വർഗീസ് ജോർജ്, പക്ഷേ യാദവ ഇതരരായ പിന്നോക്കക്കാർക്കും ദളിതർക്കും മഹാദളിതർക്കും ആ തോന്നലില്ലല്ലോ. അവർക്ക് യാദവ ഭരണം വരുന്നു എന്ന തോന്നലാണ് ഉണ്ടാവുന്നത്. ഈ RJD-കാരുടെ തന്നെ ചില റീൽസ് ഒക്കെ ഉണ്ടല്ലോ, മീശ പിരിച്ചുള്ള രംഗദാർ റീൽസ്, അത് തന്നെ ഈ തരത്തിൽ യാദവർ ഞങ്ങളെല്ലാം ഭരിക്കാൻ പോകുന്നു എന്ന തോന്നൽ ഇതര OBC-കൾക്കും ദളിത് വിഭാഗങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അഭിലാഷ, യഥാർത്ഥ ഇഷ്യൂ അതല്ല. മുസ്ലിമുകൾ 500 വർഷം ആരാധിച്ചുകൊണ്ടിരുന്ന ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിക്കാനായിട്ട് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രാമശിലാഘോഷ യാത്ര ആരംഭിച്ചപ്പോൾ സമസ്തിപൂരിൽ വെച്ച് LK അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ലാലു പ്രസാദ് യാദവ്. ഇന്ത്യയിൽ ആർക്കുണ്ടാ തൻ്റെ ഇടം? അന്ന് മുതൽ ഈ ലാലു പ്രസാദ് യാദവിനെ ജംഗിൾ രാജ് എന്ന് പറഞ്ഞ് വേട്ടയാടുകയാണ്. 6 വർഷം ലാലു പ്രസാദ് യാദവിനെ തടങ്കലിലിട്ട് അദ്ദേഹം കീഴടങ്ങിയോ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് ആർക്കാണ്? 22%. അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി അതാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾ മഹാഗഠബന്ധനും NDAയും തമ്മിലുള്ള വോട്ട് 5 നിയോജകമണ്ഡലം 5 MLA-മാരുടെ കുറവാണ്. 18,000 വോട്ടിൻ്റെ കുറവാണ് മഹാഗഠബന്ധനും NDAയും തമ്മിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഉണ്ടായിരുന്നത്. 18,000. അത് മനസ്സിലാക്കിയാണ് BJP ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന 61 ലക്ഷം ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നത്. അത് ശിവശങ്കരൻ സാറ് നിഷേധിക്കത്തില്ലോ. 6.15 മില്യൺ ആളുകളെ ഒഴിവാക്കി. ഞങ്ങൾ അവരുടെ സോഷ്യൽ പ്രൊഫൈൽ നോക്കി. ആരെ ഒഴിവാക്കിയിരിക്കുന്നത്? കുടിയേറ്റ തൊഴിലാളികൾ, മുസ്ലിംസ്, യാദവർ. 1.5 ലക്ഷം ആളുകൾ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അപേക്ഷ കൊടുത്തു. പക്ഷേ 3 ലക്ഷം പേരെ ചേർത്തു. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം വൻതോതിൽ വോട്ട് ചെയ്ത പോലെ ഹരിയാനയിൽ ബ്രസീലിലെ മോഡലിൻ്റെ പേരിൽ 13 പേര് വോട്ട് ചെയ്ത പോലെ ബീഹാറിൽ വൻ കൃത്രിമ സൃഷ്ടിച്ചാണ് ഇപ്പോൾ ഇവർ ജയിക്കുമെങ്കിൽ ജയിക്കാൻ പോകുന്നത്. അവിടെ ലാലു പ്രസാദ് യാദവിന് യാദവരുടെ അവിടെ ശരിയാണ്. സോറി, ഞാൻ വരാം തിരിച്ച്. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണം. ശ്രീ PR ശിവശങ്കർ, എന്ത് സംഭവിക്കും ബീഹാറിൽ എന്നുള്ളത് നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ നോക്കൂ. വോട്ട് ചോരി നടത്തിയിട്ടായിരിക്കും BJP അല്ലെങ്കിൽ NDA ജയിക്കുന്നെങ്കിൽ ജയിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ തന്നെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. പിന്നെ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കേണ്ട എന്ന് തേജസ്വി യാദവ് തന്നെ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കണ്ട, അത് വേറെ കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ നാളത്തെ വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലെ NDA അല്ലെങ്കിൽ നിങ്ങളുടെ മൊറൈലിനെ ശക്തിപ്പെടുത്താൻ തക്കതായ ഒരു വിജയമായിരിക്കുമെന്ന ആത്മവിശ്വാസം ഇന്നിപ്പോൾ ഈ കിടക്കാൻ പോകുന്ന നേരത്ത്, ഉറങ്ങാൻ പോകുന്ന നേരത്ത് ഉണ്ടാകുമോ? ഞാൻ 2-3 കണക്കുകൾ, എനിക്ക് ധാരാളം കണക്കുകൾ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് കേരളത്തിലിരുന്ന് അത്തരം കണക്കുകൾ പറയേണ്ട ആവശ്യമില്ല. മറ്റു പല സംസ്ഥാനങ്ങൾ പോലെ അല്ല ബീഹാർ ഒരു തകർച്ചയുടെ വക്കിലാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുവാനായിട്ട് എന്തിനാണെന്നറിയില്ല കേരളത്തിൽ നിന്നും എൻ്റെ അടുത്ത സുഹൃത്തല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡോക്ടർ വർഗീസ് ജോർജും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവും എല്ലാം നൗഷാദ് അലി എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ അത് അവിടുത്തെ യഥാർത്ഥ ഡാറ്റ കണക്കിലെടുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ മാനുഫാക്ചറിങ് സെക്ടർ മാത്രം 17.4% ബൂസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതവിടെ 8.9, 6th ലാർജസ്റ്റ് ബൂസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 6 സംസ്ഥാനങ്ങളിലെ 6ാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. 17.64. സ്റ്റേറ്റ് ആവറേജ്, നാഷണൽ ആവറേജ് 5.5 ആണ്.
അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അവിടെ ഉണ്ടാകുന്നു. റോഡിൻ്റെ കാര്യത്തിൽ 3600 റോഡ് കൂടുന്നു. പവർ സെക്ടർ ആണെങ്കിൽ 9060 മെഗാവാട്ട് പുതിയത് കൂട്ടുന്നു. ഞാൻ കുറച്ച് കണക്കുകൾ മാത്രമാണ്. സ്കൂളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാമൂഹ്യ കാര്യത്തിലായാലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയാലും അവിടെ പവർ കട്ടിൻ്റെ കാര്യത്തിലായാലും റോഡിൻ്റെ കണക്ടിവിറ്റി ആയാലും എയർപോർട്ടിൻ്റെ കാര്യത്തിലായാലും വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജംഗിൾ രാജ് എന്നതിൽ അല്ലെങ്കിൽ ഒരു ജാതിയുടെ രാഷ്ട്രീയം അവരുടെ ഭരണം എന്നതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല. UP ആയാലും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബീഹാർ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ കാർഷിക മേഖല അവിടെയും വലിയ ഇൻഡസ്ട്രിയൽ വലിയ കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രം ട്രാക്ടറുകൾ കിട്ടിയത് അവിടെ ഓണർഷിപ്പ് മോർ ദാൻ 20% പുതിയ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സ്ത്രീകൾ ട്രാക്ടർ ഓടിക്കുന്ന ധാരാളം ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അഗ്രികൾച്ചർ മേഖലയായാലും അതുപോലെ തന്നെ സർവീസ് സെക്ടറിലായാലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയാലും റോഡായാലും ഇലക്ട്രിസിറ്റി ആയാലും എല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്. തികച്ചും ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഡബിൾ എൻജിൻ ഗവൺമെൻറ് ക്യാൻ ഗിവ് ദ ബെറ്റർ സപ്പോർട്ട് ടു ദ പീപ്പിൾ. അത് സംജയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു പെർസെൻറ്റേജാണ് ഈ പറയുന്ന അധികം വരുന്ന പെർസെൻറ്റേജ്. തീർച്ചയായും പഴയ കാല തിരഞ്ഞെടുപ്പുകളിൽ കണ്ട പല ട്രെൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ല, ജനങ്ങൾ ഒരു ഗവൺമെൻറ്റിന് അനുകൂലമായും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് വരുമ്പോൾ തിരിയുമെന്ന കാര്യത്തിൽ ഒരു ചൂണ്ടുപലകയായിരിക്കും ബീഹാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇതിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2, അവിടെ സംസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ RJDയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരു കറക്റ്റായിട്ടുള്ളൊരു മിംഗ്ലിംഗ് നടന്നിട്ടില്ല. വലിയ പ്രശ്നങ്ങളുണ്ട്. BJPയുടെയും RJDയും താഴെ തട്ടിൽ വരെ കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഭേദമായിട്ട്, ഞാൻ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി ഭേദമായിട്ട് നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് അവിടുത്തെ ജംഗിൾ രാജിൽ നിന്ന് ലാലു പ്രസാദിനേക്കാൾ ഒരു റഫായി പ്രവർത്തിക്കുന്ന തേജസ്വിനേക്കാൾ ഭേദം RJDയുടെയും BJPയുടെയും ഗവൺമെൻറ്റാണ്, അതിൻ്റെ നേതാക്കളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭരണത്തിൻ്റെ ഗുണം തന്നെയായിരിക്കും ഈ അവസാന നേരത്തിലും ഏത് BJP പ്രവർത്തകനും നേതാവിനും ബീഹാറിനെ കുറിച്ച് ഉയർത്തിക്കാട്ടാനുള്ളത്. ബീഹാറിൻ്റെ വളർച്ച സംശയമില്ല നല്ല നിലയിൽ തന്നെയാണ്. ഞാൻ താങ്കൾ ഈ ബീഹാറിന്റെ വളർച്ചയെക്കുറിച്ച് ചില ഡാറ്റ പറഞ്ഞതുകൊണ്ട് RBIയുടെ കണക്കിനെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചൊരു ഡാറ്റ ഞാൻ പറയാം. അപ്പോൾ കേരളവും ബീഹാറും തമ്മിൽ താരതമ്യം ചെയ്താൽ ഒരു ബീഹാറിയുടെ പ്രതിശീർഷ വരുമാനത്തെക്കാൾ 2011-12 കാലത്ത് ഒരു മലയാളിയുടെ പ്രതിശീർഷ വരുമാനം 4.5 ഇരട്ടിയായിരുന്നു. ഇന്ന്, അതായത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അതിന് വന്ന മാറ്റം എന്ന് പറയുന്നത് 2011-12 മലയാളിയുടെ പ്രതിശീർഷ വരുമാനം ബീഹാറിയുടെ പ്രതിശീർഷ വരുമാനത്തെക്കാൾ 4.5 ഇരട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5.3 ഇരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബീഹാറിൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഇനിയിപ്പോൾ GSDPയുടെ കണക്കെടുത്താൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2011-12 കാലത്ത് ബീഹാറിന്റെ GSDPയേക്കാൾ 2.37 ഇരട്ടിയാണ് കേരളത്തിന്റെ GSDP. ഇന്ന് ഇത്രയും കാലം കഴിഞ്ഞ് ബീഹാർ ഒരു വലിയ സ്റ്റേറ്റ് ആണ് കേരളത്തെ അപേക്ഷിച്ച്. കേരളത്തിന്റെ GSDPയേക്കാൾ 1.85 കുറവാണ്. അല്ലെങ്കിൽ കേരളത്തിന് ബീഹാറിന്റെ GSDPയേക്കാൾ 1.85 മടങ്ങ് അധികം GSDP ഉണ്ട്. അപ്പോൾ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനവുമായി താരതമ്യം ചെയ്താൽ തന്നെ ഇതാണ് അവസ്ഥ. പഞ്ചാബ് വേറൊരു ചെറിയ സ്റ്റേറ്റ് ആണ്. പഞ്ചാബിൽ 2.32 ആയിരുന്നു, ഇരട്ടിയായിരുന്നു പഞ്ചാബിന്റെ GSDP എങ്കിൽ ഇപ്പോൾ അത് 1.73 മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പ്രതിശീർഷ വരുമാനവും ഇതുപോലെയാണ്. 3.93 ആയിരുന്നു ഒരു പഞ്ചാബിയുടെ പ്രതിശീർഷ വരുമാനം. ബീഹാറിലേക്കാൾ 3.93 ഇരട്ടിയായിരുന്നു 2011-12 ഇപ്പോൾ അത് 4.4. ബീഹാർ വളർന്നിട്ടുണ്ടോ തളർന്നിട്ടുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഇൻഫ്രാസ്ട്രക്ചർ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കൂടുതൽ വന്നിട്ടുണ്ടാവും. ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ മൗലികമായ പ്രശ്നമെന്ന് തോന്നുന്നു. ശ്രീ KP നൗഷാദ് അലി, കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ ക്വസ്റ്റ്യൻ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ RJDയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് ദയനീയമായത്. അതുകൊണ്ടാണ് മഹാഗഠബന്ധൻ വിജയിക്കാതിരുന്നതും. ഇത്തവണയും എക്സിറ്റ് പോളുകൾ പറയുന്നത്, വിശേഷിച്ച് ആക്സിസ് മൈൻഡൊക്കെ പറയുന്നത് ഇത്തവണയും RJD ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാണ്. മുഖ്യമന്ത്രിയായി തേജസ്വി യാദവിന് നിതീഷ് കുമാറിനേക്കാൾ 10 പോയിന്റോളം കൂടുതലായി ആളുകൾ നിതീഷിനേക്കാൾ തേജസ്വിയാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ടും മഹാഗഠബന്ധൻ അധികാരത്തിലെത്തുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ കുഴപ്പമല്ലേ? കോൺഗ്രസിന്റെ മോശം സ്ട്രൈക്ക് റേറ്റ് ഇത്തവണയും ഭരണം തുലച്ചാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിന് എന്ത് എക്സ്പ്ലനേഷൻ തരും?
അല്ല നമ്മൾ ഈ ഇതൊക്കെ കൃത്രിമമായ ചില കണക്കുകളോ അല്ലെങ്കിൽ ചില മോശമായ ചില അവസ്ഥകളോ മുൻനിർത്തിയുള്ളൊരു ചോദ്യമാണ് അഭിലാഷ് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു മോശം അവസ്ഥ വരുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസ്ഥക്ക് മറുപടി പറയേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ നേരത്തെ അല്ല നോക്കാം, നമുക്ക് ഇത് സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അഭിലാഷിന്റെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ ചോദ്യം വരാൻ സാധ്യതയില്ല. വരുന്ന പക്ഷം ഞാൻ മറുപടി പറഞ്ഞോളാം. ഞാനിവിടെ പറയുന്നൊരു കാര്യം അഭിലാഷ്, അവിടെ സുശാസൻ ബാബു അല്ല നിതീഷ് കുമാർ. അദ്ദേഹം പൾട്ടി ചാച്ച എന്നാണ് ആ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒരു വിധി വൈപരീത്യം. ഈ ഇന്ത്യ എന്ന് പറഞ്ഞ മുന്നണിക്ക് രൂപം കൊടുത്ത നേതാവ് അദ്ദേഹം. അതും എല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി കൂട്ടിയോജിപ്പിച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇത് രൂപം കൊണ്ട് റെയിലിൽ കയറിയപ്പോൾ അദ്ദേഹം നേരെ കൂറുമാറിപ്പോയി. അപ്പോൾ അത്തരത്തിൽ നാടകീയമായ അപ്രതീക്ഷിതമായ വിശ്വാസയോഗ്യമല്ലാത്ത പല പരീക്ഷണങ്ങളുടെയും ആളാണ് നിതീഷ് കുമാർ. രണ്ടാമതായിട്ട് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന് ഇന്നും മേൽക്കൈയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ഞാനൊരു പൊളിറ്റിക്സാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ BJP സഖ്യമായാലും നമ്മുടെ ജനതാദൾ യു തുല്യ പാർട്ട്ണറും മുഖ്യമന്ത്രി സ്ഥാന ഉടമകളുമാണ്. ഇപ്പോഴത്തെ RJD നിങ്ങൾ പറഞ്ഞതുപോലെ വലിയൊരു പരിവേഷത്തിലാണ്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. UP-യിൽ പ്രബലമായിരുന്നു, കർണാടകയിൽ പ്രബലമായിരുന്നു. അവിടെയൊക്കെ അത് ക്ഷയിച്ചു പോയപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നൊരു സംസ്ഥാനം ബീഹാറാണ്. അത് ലാലുവാണ് അതിൻ്റെ എക്കാലത്തെയും വിശ്വസനീയമായ മുഖം. ആ മുഖത്തെ തകർക്കുക എന്ന ലക്ഷ്യം BJP ഇതുവരെ നിറവേറ്റിയിട്ടില്ല. അവർ എല്ലാ അടവും പ്രയോഗിച്ച് അതിനുവേണ്ടി പൊരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജനതാദൾ യുണൈറ്റഡിനും നിതീഷ് കുമാറിനും തന്നെ അറിയാം ഇത് BJP ആത്യന്തികമായിട്ട് തങ്ങളെ വിഴുങ്ങുമെന്ന്. കാരണം BJP ഒറീസയിൽ അതാണ് ചെയ്തത്, BJP മഹാരാഷ്ട്രയിൽ അതാണ് ചെയ്തത്. BJPക്ക് അവസരം കിട്ടുന്ന എവിടെയും സഖ്യകക്ഷികളെ വിഴുങ്ങുക, സ്വയം വീർക്കുക എന്നുള്ളതാണ് BJP. ജനതാദൾ യുവിനും അതറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സോഷ്യലിസ്റ്റ് മനസ്സുള്ള ബീഹാറി ജനത തീർച്ചയായിട്ടും മഹാഗഡ്ബന്ധന് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചർച്ചയിൽ പരാമർശിച്ച് കണ്ടില്ല, സമയക്കുറവ് മൂലമായിരിക്കും. പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി അവിടെ 5% മുകളിൽ വോട്ട് നേടുമെന്ന് എല്ലാ സർവേക്കാരും പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺ ഫേസാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകളൊക്കെ ബാധിക്കുന്നത് BJP ആണ്. അദ്ദേഹം 5% മുകളിൽ വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബീഹാറിലെ രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്ന വോട്ടാണ്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ശരിയാണ്, ബീഹാറിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസ് ഉണ്ട്. AIMIM-ഉം ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും അതുപോലെ തന്നെ സ്വാമി പ്രസാദ് മൗര്യയുടെ അപ്ന ജനതയും ഒരുമിച്ചൊരു മുന്നണിയായി മത്സരിക്കുന്നുണ്ട്. അവർ ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ വോട്ടാണ്. സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം വോട്ടുകളാണ് മുഖ്യമായും AIMIM നേടാൻ ഉദ്ദേശിക്കുന്നത്. 5 സീറ്റ് കഴിഞ്ഞ തവണ അസസുദ്ദീൻ ഒവൈസിക്ക് കിട്ടിയതാണ്. അപ്പോൾ മുസ്ലിം വോട്ടിൽ MYയിലെ വൈയിൽ ഉണ്ടാവുന്ന സ്പ്ലിറ്റിനേക്കാൾ M-ൽ സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അഭിലാഷിന്റെ ആശങ്കയെ ഞാൻ തള്ളിക്കളയുന്നൊന്നുമില്ല. കാരണം അവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു മുസ്ലിം രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ BJP ഒഴികെ മുസ്ലിങ്ങളാണ്. കാരണം അധികാരത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന അത്തരം പ്രമാണിമാരും ഓരോരോ കൊമ്പിൽ ചേക്കേറുന്നു, അടുത്തവിടെ വേറൊരു കൊമ്പിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ മാറുന്നു. അത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങളുടെ രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ ഇതിനെതിരെ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ആത്യന്തികമായിട്ട് ആശയപരമായി ഇന്ന് എവിടെ നിൽക്കണമെന്ന്. ആ അനുഭാവം തീർച്ചയായിട്ടും ഉവൈസിയെയും മറ്റുള്ള ആളുകളെയൊക്കെ മറികടന്നുകൊണ്ട് RJD കോൺഗ്രസ് സഖ്യത്തിലേക്ക് വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയമായി ഞാൻ നിരീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാവും. മറ്റൊരു കാര്യം ഞാൻ അഭിലാഷോട് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ളൊരു വിജയമല്ല ഇത്. ഇവിടെ ഒരു നേരിയ വിജയം കൊണ്ട് ഞങ്ങൾ വിജയിക്കുന്നില്ല. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് മുന്നേറിയാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയുള്ളൂ. ഇവിടെ BJPയുടെ ഇങ്ങനെയുള്ള ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അവിഹിത കൂട്ടുകെട്ടുകളെ മറികടക്കുമ്പോഴാണ് അവിടെ വിജയമുണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധീകരിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലാണ് ഞങ്ങൾക്കൊക്കെ വിശ്വാസം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു അന്വേഷണം ഒന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ കേന്ദ്ര സർക്കാരിന്? രാഹുൽ ഗാന്ധിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ. അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്തവണ്ണം നമ്മുടെ ജനാധിപത്യം അധപ്പതിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ 2024 ഡിസംബറിലും 2025 ആഗസ്റ്റിലൊക്കെ പുതിയ ചില ഭേദഗതികൾ ചട്ടങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റും വിവരാവകാശ നിയമത്തിന് ബാധകമല്ല. വെബ്കാസ്റ്റിംഗ്, വീഡിയോഗ്രാഫി, CCTV, പിന്നെ ഫോട്ടോഗ്രാഫി, ഇതൊക്കെ 45 ദിവസം കൊണ്ട് നശിപ്പിച്ച് കളയും. എന്തിനാണ് തെരഞ്ഞെടുപ്പ്
കമ്മീഷൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. 2023 BJP തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം മാറ്റിയിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് അംഗത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനിത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ലാവേസന്മാരും പിന്നെ ശർമ്മമാരും ഒക്കെ ഇത് ഗോയൽമാരും ഒക്കെ ഇത് രാജിവെച്ച് പോവുകയാണ്, സ്വന്തം വ്യക്തിത്വം പണയപ്പെടുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും ഇതിനെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ഈ രാഷ്ട്രീയം കൂടി ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടും. ജനവിധി അത് വലിയ പുരോഗമനാത്മകമായ ഒരു ജനവിധി ബീഹാറിൽ നിന്നുണ്ടാകും. കാരണം ബീഹാറികളാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ മോശം പറഞ്ഞാലും അവരെ പോലെ സാംസ്കാരികമായി പൈതൃകമായി ശ്രേഷ്ഠമായ പരിവേഷമുള്ള മറ്റൊരു ഇന്ത്യൻ സംസ്ഥാന ജനത അധികമൊന്നും ഉണ്ടാവുകയില്ല. അവർ തീർച്ചയായിട്ടും എല്ലാ കാലത്തും അവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അടയാളമാണ് ഇന്നും സോഷ്യലിസ്റ്റുകൾക്ക് അവിടെ മേധാവിത്വം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിന് പങ്കുള്ളതാണ് ഈ രാജ്യത്തെ സോഷ്യലിസം. എല്ലാ സോഷ്യലിസ്റ്റുകളും കോൺഗ്രസിൽ നിന്നുണ്ടായതാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സോഷ്യലിസ്റ്റുകളും കോൺഗ്രസുകളും ഒരുമിച്ചായിരുന്നു. ജയപ്രകാശ് നാരായണൻ, രാമനോർ ലോഹിയൊക്കെ അന്തിമമായിട്ട് നെഹ്റുവിന്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം. അത് തകരുകയില്ല, തകർക്കാൻ അനുവദിക്കുകയില്ല എന്ന് ബീഹാറിലെ ജനത തീരുമാനിക്കും. ശരി, ഓക്കെ. ഇവിടെ ഡോക്ടർ ഗോപകുമാർ, ഈ PK ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോൾ പ്രശാന്ത് കിഷോർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള ആളുകളും കുറച്ച് ഈ അർബൻ അപ്പീലൊക്കെയുള്ള RK ശർമ്മ മിശ്രയെ പോലെയുള്ള ആളുകളുണ്ട്. അതല്ലെങ്കിൽ പഴയ ബ്യൂറോക്രാറ്റുകളൊക്കെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്. ബീഹാർ പോലെയുള്ള ഒരിടത്ത് എന്ത് ഇമ്പാക്റ്റ് PKക്ക് ഉണ്ടാക്കാൻ കഴിയും? അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആരെയായിരിക്കും ബാധിക്കുക? ഭരണവിരുദ്ധ വോട്ടിൽ കുറെ ഭാഗം പിടിച്ചെടുക്കുകയാണോ ചെയ്യുക, അതോ ഭരണാനുകൂലമായ വോട്ടുകൾ, പ്രത്യേകിച്ച് കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള വോട്ടുകളെയൊക്കെ പിടിക്കുകയാവുമോ ചെയ്യുക? എന്താണ് സംഭവിക്കുക? പ്രശാന്ത് കിഷോർ പരമ്പരാഗതമായി നോക്കിയാൽ അദ്ദേഹം ഒരു നല്ലൊരു രാഷ്ട്രതന്ത്ര വിദഗ്ധനും നല്ല രാഷ്ട്രീയ നിരീക്ഷകനും ഇതൊക്കെ പഠിക്കാനും പറ്റിയ ആളും കാര്യമൊക്കെയാണ്. പക്ഷേ ബീഹാറിലെ ഭൂമികയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർബൻ മിഡിൽ ക്ലാസ്സിലേക്ക് അപ്പീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം ആസ്പിറേഷണലാണ്. നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ പോലെ അദ്ദേഹം ഉന്നയിക്കുന്നത് പലായനം, ബീഹാറിൽ നിന്നുള്ള മൈഗ്രേഷൻ, അതുൾപ്പെടെ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്, തൊഴിലവസരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മോഡേൺ ബീഹാറി സൊസൈറ്റി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹവും അതോടൊപ്പം ഈ പലായനം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു എൻലൈറ്റൻഡ് സൊസൈറ്റി എന്നുള്ള നിലയിലാണെങ്കിൽ ബീഹാറിൽ വലിയ സ്വീകാര്യത കിട്ടണം. പക്ഷേ അതല്ലല്ലോ അവിടുത്തെ സാഹചര്യം. ഇന്ത്യയിലെ ഒരു പിന്നോക്ക സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പിന്നോക്ക സംസ്ഥാനമാണ്. അതുകൊണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനകത്ത് ജെൻഡറും കാസ്റ്റും ബാക്കി ഫാക്ടേഴ്സുമാണ്. പ്രശാന്ത് കിഷോർ കൊണ്ടുപോകുന്ന വോട്ട് തീർച്ചയായിട്ടും ഒരു 100 പ്രശാന്ത് കിഷോറിൻ്റെ വോട്ട് ഉണ്ടെന്നിരിക്കട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ അതിലൊരു 60 വോട്ടും BJPയുടെ വോട്ടായിരിക്കും. അപ്പോൾ BJPക്കാണ് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി വരാം. ബാക്കി 40 തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരത്തെ തകർക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസിയെ ന്യൂട്രലൈസ് ചെയ്യാനും ഒരു പരിധിവരെ പ്രശാന്ത് കിഷോറിന് കഴിയും. പക്ഷേ BJPക്ക് തട്ട് കിട്ടും അക്കാര്യത്തിൽ. കാരണം ഇവർ രണ്ടുപേരും പ്രതിദാനം ചെയ്യുന്ന ചില കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിൺ വോട്ട്, ഭൂമിഹാറിൻ്റെ വോട്ട്, ഇത് പ്രശാന്ത് കിഷോറിൻ്റെയാണ്. അദ്ദേഹം കൊണ്ടുപോകുന്ന വോട്ട് BJPക്ക് വരേണ്ട വോട്ടാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ BJPക്ക് ദോഷം ചെയ്യും. പക്ഷേ എല്ലാ പ്രശാന്ത് കിഷോറിൻ്റെ 100% വോട്ടും ബ്രാഹ്മൺ വോട്ട്, ഭൂമിഹാർ വോട്ടാവില്ല. അപ്പോൾ അവിടെ വരുന്ന ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷേ അവർ വലിയൊരു സംഖ്യ ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ ഡെമോഗ്രാഫിക്കലി ജനസംഖ്യയിൽ ചെറുപ്പക്കാർ വളരെയധികമുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷേ അവർ പഠിക്കുന്ന ആൾക്കാർ വലിയ രീതിയിൽ നമ്മൾ കേരളത്തെ പോലെയോ മറ്റ് വികസിത സമൂഹങ്ങളെ പോലെയോ വലിയ പഠിത്തം നേടിയവരല്ല. അതുകൊണ്ട് അവരുടെ വോട്ട് പ്രശാന്ത് കിഷോറിന് കിട്ടത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ തേജസ്വി യാദവിന് 35 വയസ്സേ ഉള്ളൂ. അതെ, നിതീഷ് കുമാറിന് 74 വയസ്സുണ്ട്. യൂത്തിനെ കേറ്റർ ചെയ്യാൻ കഴിയുന്ന നേതാക്കൾ BJPയിലോ JDUവിലോ കാര്യമായി ഇല്ല എന്നുള്ളതൊരു പ്രശ്നമായി കാണുന്നുണ്ട്. JDUവിലേക്ക് പോകാൻ വഴിയില്ല, മറിച്ച് RJDയിലേക്കാണ് ചെറുപ്പക്കാരെ വോട്ട് പോകാൻ സാധ്യത. അപ്പോൾ അവിടെയും പ്രശാന്ത് കിഷോറിന് തട്ട് കിട്ടുകയാണ്. ഈ പ്രശാന്ത് കിഷോർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു മാർക്ക് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 1, 2, 3 സീറ്റ് കിട്ടിയാൽ അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് എൻ്റെ റീഡിങ്ങിൽ പ്രശാന്ത് കിഷോർ 5% വോട്ട് പിടിക്കുമായിരിക്കാം എല്ലായിടത്തും നിൽക്കുന്നത് കൊണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം നിർണായകമായ സീറ്റുകൾ നേടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ളൊരു ഭൂമിക ആയിട്ടില്ല ബീഹാർ. അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷണൽ ഐഡിയാസൊക്കെ കൊള്ളാം, പക്ഷേ അതിനുള്ളൊരു സംഘടനാ ശക്തി പോലും അദ്ദേഹത്തിനില്ല. ഇല്ല, പക്ഷേ അദ്ദേഹം 2 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. പക്ഷേ അത് അങ്ങ് പറഞ്ഞതുപോലെ വരാനാണ് എല്ലാ സാധ്യതയും. ഡോക്ടർ വർഗീസ് ജോർജ്, ഇവിടെ നമ്മൾ കാണേണ്ടത് എന്ത് ഇഷ്യൂ ആയി വരും എന്ന് ചോദിക്കുമ്പോൾ വനിതകളെ സംബന്ധിച്ച് വനിതാ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇതിനോടകം സർക്കാർ
നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ കോട്ടയടക്കമുള്ള വിഷയങ്ങൾ, സൈക്കിൾ അടക്കമുള്ള സമ്മാനങ്ങൾ, ഇതൊക്കെ വനിതകളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ യുവാക്കളെ സംബന്ധിച്ച് ബെറോസ്ഗാരി പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി തേജസ്വി യാദവ് ഉന്നയിക്കുന്നു, പലായനം പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഇദ്ദേഹം ഉന്നയിക്കുന്നു, PK ഉന്നയിക്കുന്നു. ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഔട്ട്വേർഡ് മൈഗ്രേഷൻ ഉള്ളത് ആഭ്യന്തരമായി എന്നുള്ളത് നമുക്കറിയാം. 3 കോടി ബീഹാറികൾ പുറത്ത് ജോലിയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ധാരാളം ബീഹാറിലെ ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ അന്നം ഇവിടെ നിന്നാണ്, അവർക്ക് തൊഴിൽ അവരുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്നത്. ഈ വിഷയം അവിടെ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ യൂത്തിനെ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി മാറ്റാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതൊരു ആത്മപരിശോധന നടത്താൻ പറ്റുന്ന സമയമായോ? പക്ഷേ അതിനു മുമ്പ് ഓരോ വാചകവും മുമ്പേ ചർച്ച ചെയ്ത പോലെ മറ്റ് ഘടകങ്ങളെക്കുറിച്ച് ഗോപകുമാർ സാറിൻ്റെ നിരീക്ഷണം ശരിയാണെന്ന് തോന്നുന്നു. കാരണം പ്രശാന്ത് കിഷോർ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ 98 പേർ ഹൈകാസ്റ്റിൽ നിന്നുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും ഹൈകാസ്റ്റിനെ പ്രതിദാനം ചെയ്യുന്ന BJPയുടെ വോട്ടുകളായിരിക്കും. രണ്ടാമതായി ഇവിടെ ഒവൈസിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒവൈസി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 MLA ജയിച്ചെങ്കിലും പിന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിച്ചുവെന്ന്. അതിൽ 5-ൽ 4 പേരും അവർ RJD ലയിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ നടന്ന എക്സിറ്റ് പോളിൽ കാണുന്നത് സീമാഞ്ചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു സ്ഥലം. അവിടെ എക്സിറ്റ് പോളുകൾ കാണിക്കുന്നത് അവിടെ മുസ്ലിങ്ങൾ ആ ഒരു പഴയ ഭൂതകാലത്തെ അവർ മറന്നിട്ട് ഇപ്പോൾ ഒരുമിച്ച് RJDക്ക് ചെയ്ത പോലെ തോന്നുന്നു. കാരണം 22 MLA അവിടെ RJDക്കും 15 പേരെയാണ് അവിടെ ഇപ്പോൾ NDAക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീമാഞ്ചലിലാണ് ഒവൈസിയുടെ സ്വാധീനമുള്ളത്. അവിടെ പക്ഷേ മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നോ എന്നിപ്പോൾ ഒരു സംശയം തോന്നുന്നു. മൂന്നാമത് കോൺഗ്രസിൻ്റെ കാര്യം. കോൺഗ്രസ് അവിടെ വലിയൊരു ഫോഴ്സ് അല്ല. കോൺഗ്രസിന് 79% വോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ ഒരു ഇൻ്റലക്ച്വൽ ഒരു പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു സ്വാധീനം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ മരിച്ചു പോയവരെന്ന് കരുതി വോട്ടർ പട്ടികയിൽ ഒഴിവാക്കിയവരെ കൊണ്ട് പ്രസൻറ്റ് ചെയ്തതും വോട്ട് ചോരി ഉണ്ടാക്കിയതും അവിടുത്തെ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ് ആ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഓർഗനൈസേഷനിലായിട്ട് വലിയൊരു ഫോഴ്സ് അല്ലെങ്കിലും ആ കോൺഗ്രസിൻ്റെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് RJD അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അഭിലാഷ് ചോദിച്ചത് എന്തുകൊണ്ടാണ് യുവാക്കളെ ആകർഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ തേജസ്വിയുടെയും ആ രാഹുൽ ഗാന്ധിയുടെയും ഒരുമിച്ചുള്ള ആ വരവ് അത് സൃഷ്ടിക്കുന്ന ഒരു സിനർജി ഉണ്ടല്ലോ. മറുവശത്ത് നിതീഷ് വളരെ ടയർഡ് ആൻഡ് വിയറിയാണ്. ഞാൻ നിതീഷിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. അദ്ദേഹം നല്ലൊരാളായിരുന്നു. അദ്ദേഹം BJPയിലേക്ക് മാറി അന്ന് ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെ ടയർഡാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും ക്ഷീണിതനാണ്. അവിടെ ജനങ്ങളുടെ മുന്നിൽ മാത്രമല്ല BJPക്ക് ഇവിടെ പറഞ്ഞ പോലെ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ലീഡർഷിപ്പിനെ അവർ കാണിക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല. ഇപ്പോൾ സാമ്രാജ് ചക്രവർത്തിയാണ് വന്നിട്ടുള്ളത്. അതും നിതീഷിൻ്റെ കുർമി കാസ്റ്റിൽപ്പെട്ടതാണ്. അപ്പോൾ അഭിലാഷിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ യങ് പീപ്പിളിനെ അവിടെ ആകർഷിക്കാൻ സാധിച്ച ഈ ലീഡർഷിപ്പാണ്. പക്ഷേ ലീഡർഷിപ്പ് കൊണ്ട് മാത്രം ഈ യങ് യൂത്തിൻ്റെ പ്രോബ്ലംസ് പരിഹരിക്കപ്പെടത്തില്ല. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് തൊഴിലില്ലായ്മയും പലായനവുമാണ്. അതുകൊണ്ട് മുമ്പേ ശിവശങ്കർ സാർ പറഞ്ഞ പോലെ അവിടെ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. റോഡുകൾ, എയർപോർട്ടുകൾ, റെയിൽവേ. പക്ഷേ ഇത് ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറഞ്ഞ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറപ്പ് ഏറ്റവും കുറവുള്ള ഒരു അമ്മമാരുടെ പോഷകാഹാരക്കുറവ്, കുഞ്ഞുങ്ങളുടെ 3 to 5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറപ്പ്, വീടുകളുടെ അവസ്ഥ, ഡീസൻറ്റ് ഹൗസിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അവിടുത്തെ മിഡിൽ ക്ലാസ്സിനും അപ്പർ ക്ലാസ്സിനും ഇപ്പോൾ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. നിതീഷ് ഒരു 20 വർഷം കൊണ്ട് ഭരിക്കുന്നു. ഒരു ചേഞ്ച് ഓഫ് ഗവൺമെൻറ് വേണമെന്ന് രാഷ്ട്രീയത്തിനപ്പുറത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ വെറും 18,000 വോട്ടിൻ്റെ വ്യത്യാസത്തിന് വന്ന ഒരു ഗവൺമെൻറ് ഇങ്ങനെ മിഡിൽ ക്ലാസിൻ്റെ ഒരു ചിന്ത മാറിയാൽ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് മാറി വരാൻ സാധ്യതയുണ്ട്. യെസ്, ഓക്കെ. ശ്രീ PR ശിവശങ്കർ, ഇവിടെ സൂചിപ്പിച്ച നീതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ബീഹാറിലെ ദാരിദ്ര്യം 33%,
കേരളത്തിൽ അത് 0.58 എന്ന കണക്ക് കാണിക്കുമ്പോഴാണ് ബീഹാറിൽ 33%, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനമായി ബീഹാർ നിൽക്കുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് യൂത്ത്ഫുൾ ആയ ഒരു ലീഡർ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ? 74 വയസ്സ് കഴിഞ്ഞു നിതീഷ് കുമാറിനെ സംബന്ധിച്ച്. മറുവശത്ത് 34-കാരനായിട്ടുള്ള 35 തികയാത്ത തേജസ്വി യാദവ് നിൽക്കുകയാണ്. BJP സംബന്ധിച്ച് സുശീൽ കുമാർ മോഡിക്ക് ശേഷം ഒരു വലിയ നേതാവില്ല. സാമ്രാജ് ചൗധരി താരാപൂരിൽ മത്സരിക്കുന്ന നേതാവൊന്നും ആ ഒരു പ്രൊഫൈലിലേക്ക് എത്തിയിട്ടില്ല. നല്ല പ്രൊഫൈലുള്ള നേതാക്കൾ, നിതീഷ് കുമാർ അല്ലാത്ത രണ്ടാം നിര നേതാക്കൾ ഇല്ല, ഫേസുകൾ ഇല്ല എന്നുള്ളത് ഒരു തിരിച്ചടിയായി വരാമോ? അഭിലാഷ്, ഞാൻ താങ്കളുടെയും അതുപോലെ തന്നെ സഹപാനലിസ്റ്റ് പ്രത്യേകിച്ച് ഡോക്ടർ വർഗീസ് സാറിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പ് താങ്കൾ ചോദിച്ച അല്ലെങ്കിൽ താങ്കൾ മുന്നോട്ട് വെച്ച 2 കാര്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പെർ ക്യാപിറ്റ ഇൻകം ബീഹാറിൻ്റേത് 24,000 അറൗണ്ട് ആയിരുന്നു 2011. അത് ഇപ്പോൾ അത് 66,828 നാഷണൽ ആവറേജിൽ എത്ര കൂടിയിട്ടുണ്ടെന്നറിയാം. ഞാൻ നാഷണൽ ആവറേജ് താങ്കൾ കേരളമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ നാഷണൽ ഇതിൽ കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് 10 സിക്കിം 1ാം സ്ഥാനത്താണ്. അപ്പോൾ ദാറ്റ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദ പോപ്പുലേഷൻ. അത് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, താങ്കൾ മനഃപൂർവ്വം അത് തെറ്റായി വ്യാഖ്യാനിച്ച് ഈ പാവപ്പെട്ട കാണുന്ന ആളുകൾ രാഷ്ട്രീയമോ എക്കണോമിക്സോ. ഒരു മിനിറ്റ് താങ്കൾ ശരി അല്ല, ഒരു മിനിറ്റ് അല്ലല്ല അങ്ങനെയാണെങ്കിൽ കേരളവും സിക്കിമായിട്ട് ഞാൻ ഷെയർ ചെയ്യട്ടെ ആ കണക്ക്. അല്ല, ഞാൻ കേരളത്തിന്റെ കേരളവും ദുബായിട്ട് ഷെയർ ചെയ്താലോ? അല്ല, ഒരു മിനിറ്റ്. അല്ല അഭിലാഷേ ഞാൻ പറഞ്ഞു കഴിയട്ടെ. അഭിലാഷ് ഒരു കണക്ക് പറഞ്ഞല്ലോ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു കമ്പാരിസൺ സ്റ്റാൻഡേർഡ് ഉണ്ട് എക്കണോമിക്സിൽ. അത് എനിക്കും അഭിലാഷിനും അറിയാം. അത്തരം കമ്പാരിസൺ കൊണ്ട് ജനങ്ങളെ 1-2 ദിവസം പറ്റിച്ചേക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അവരും ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ അതൊന്ന്. അപ്പോൾ സിക്കിമാണ് 1ാം സ്ഥാനത്ത്, അതുകൊണ്ട് കേരളത്തിനേക്കാൾ വളരെ മുന്നിലാണ് സിക്കിം എന്ന് പറഞ്ഞാലോ. സിക്കിമും ഗോവയും ഡൽഹിയൊക്കെ കഴിഞ്ഞ് 10ാം സ്ഥാനത്താണ്. ബീഹാറുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്ത് ബെറ്റർ സ്റ്റേറ്റ് ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അത് നാഷണൽ ആവറേജിന്റെ കാര്യത്തിലായാലും കൂടിയിട്ടുണ്ട്. പോപ്പുലേഷനുമായിട്ട് ബന്ധമുണ്ട്. അല്ല, ഒരു മിനിറ്റ്. അല്ല അഭിലാഷ് മാത്രം പറയുന്ന ഒരു ഇത് അഭിലാഷിന്റെ 1 മണിക്കൂർ പറഞ്ഞ പോരെ? ഞാൻ അല്ലെങ്കിൽ അഭിലാഷിനെ ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അഭിലാഷ് പറഞ്ഞപ്പോ ഇടപെട്ടില്ലല്ലോ. ഞാൻ അഭിലാഷ് പറഞ്ഞപ്പോ കണക്ക് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. എന്നാ അത് അപ്പൊ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കേട്ടെ. ഇത് താങ്കൾ പറഞ്ഞ പോലെ ഈ പെർ ക്യാപിറ്റ ഇൻകം വിൽ ബി ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ. അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ജോർജ് സാറും അംഗീകരിക്കും, ഗോപകുമാർ സാറും അംഗീകരിക്കും. ഈ പോപ്പുലേഷൻ എത്രയാണ് ബീഹാറിൽ വളർന്നത്? താങ്കളുടെ മുമ്പ് കണക്കില്ലേ? ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ കണക്ക് കണ്ടുപിടിക്കാഞ്ഞിട്ട്? 2011 10 കോടി ഉണ്ടായിരുന്നു, 2025 13 കോടി. 3 കോടി വളർന്നു എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ എത്രയും? കേരളത്തിൽ എത്രയാണ് വളർന്നത്? വെറും 20 ലക്ഷം, 27 ലക്ഷം. അപ്പോൾ വെൻ വി ഡിവൈഡഡ് ദ ടോട്ടൽ ഇത് പെർ ക്യാപിറ്റൽ ഇൻകം ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ എങ്ങനെ വ്യത്യാസം വരാണ്ടിരിക്കും? എന്നിട്ട് ആ പോപ്പുലേഷൻ്റെ കണക്ക് പറയേണ്ടത് താങ്കൾ പെർ ക്യാപിറ്റൽ ഇൻകം മാത്രം കണക്ക് പറഞ്ഞു. അതും മൈഗ്രേഷൻ്റെ കണക്ക് വീണ്ടും പ്രശ്നമാണ്. ആ കാൽക്കുലേഷൻ എടുത്തിട്ടാണോ ഇത് വന്നത് എന്ന് താങ്കൾ വേണമെങ്കിൽ മറ്റൊരു ചോദ്യമായിട്ട് ചോദിക്കും. അത് റിവേഴ്സും ആവാം. അപ്പോൾ ഇതൊന്നും വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെയും ഒരു സ്റ്റേറ്റിനെയും കണക്ക് കമ്പയർ ചെയ്യരുത്. അത് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂറിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാനിതിന് മാത്രം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം അതല്ല എന്നുകൊണ്ടും മറ്റുള്ളവരോട് കുറച്ചെങ്കിലും ഉത്തരം പറയുന്നതുകൊണ്ടും ഞാനതവിടെ നിർത്തുന്നു. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ബീഹാർ ഇലക്ഷന്റെ സമയത്ത് ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് ബീഹാറിന്റെ പെർ ക്യാപിറ്റ ഇൻകവും കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകമാണ് കൂടുതൽ എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങ് ദയവേത് ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം സ്വാഭാവികമായിട്ടും ബീഹാറിലെ പെർ ക്യാപിറ്റ ഇൻകത്തെക്കാൾ കൂടുതലായിരിക്കും. എന്റെ പോയിന്റ് അതല്ല. അത് 2011-12 കാലയളവിൽ കേരളത്തിന്റെ ഒരു മലയാളിയുടെ പെർ ക്യാപിറ്റ ഇൻകം, ഒരു മലയാളിയുടെ പ്രതിശീർഷ വരുമാനം ഒരു ബീഹാറിയുടേതിനേക്കാൾ 4.5 ഇരട്ടി ആയിരുന്നെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 2023-24 കണക്ക് പരിശോധിക്കുമ്പോൾ അത് 5.3 ഉയർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പരമ്പരാഗതമായി ശരിയാണ്, ഈ കേരളവും ബീഹാറും തമ്മിൽ താരതമ്യം ചെയ്തത് എങ്ങനെയെന്നുള്ള ചോദ്യം താങ്കൾ ഉന്നയിച്ചാൽ അത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ 2011-12 അത് 4.5 ഇരട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5 ഇരട്ടിയിൽ കൂടുതലായിരിക്കുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനിയിപ്പോൾ കേരളം എന്ന ആ മാനദണ്ഡം അങ്ങ് മാറ്റി നമുക്ക് വെസ്റ്റ് ബംഗാൾ, ബീഹാറിനേക്കാൾ പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണല്ലോ വെസ്റ്റ് ബംഗാളിന്റെ പെർ ക്യാപിറ്റ ഇൻകവുമായി താരതമ്യം ചെയ്താൽ 2011-12 കാലയളവിൽ അത് 2.37 ഇരട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2.47 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇനി ഗുജറാത്ത്, എത്രയോ കാലമായി BJP ഭരിക്കുന്ന ഗുജറാത്തുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഗുജറാത്തുമായി താരതമ്യം ചെയ്താൽ 2011-12 ഒരു ഗുജറാത്തിയുടെ പെർ ക്യാപിറ്റ ഇൻകം ഒരു ബീഹാറിയുടെ പെർ ക്യാപിറ്റ ഇൻകത്തെക്കാൾ 4.2 ഇരട്ടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 5.66 ഇരട്ടിയാണ്.
എൻ്റെ പോയിന്റ് എന്താണ് എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾ വളർന്നതിന് അനുസൃതമായി ബീഹാറിലെ ഒരു മനുഷ്യന്റെ ഒരു സാധാരണക്കാരന്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ല. ബീഹാറിയുടെ ജീവിതാവസ്ഥ കഴിഞ്ഞ 15-10 കൊല്ലം കൊണ്ട് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അല്ലാതെ കേരളം ഇതിനേക്കാൾ നല്ലതാണെന്ന് പറയാൻ ശ്രമിച്ചതല്ല. അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിലാഷ് ഇത്രയും കാര്യം പറഞ്ഞു. എന്നാൽ ഒരു കാര്യം കൂടെ കണക്കെടുക്കും. ഞാനിപ്പോൾ കണക്കെടുത്തിട്ടില്ല. ഈ ബീഹാറിന് 3 കോടി ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഗുജറാത്തിലും അതുപോലെ തന്നെ താങ്കൾ കണക്ക് ചെയ്ത ബംഗാളിലും എത്ര കോടി ജനങ്ങൾ കൂടിയിട്ടുണ്ട്? അല്ല, ജനസംഖ്യാ വർധനവ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ്നെസിന്റെ കൂടി ഫലമാണല്ലോ. ഡിവൈഡ് ചെയ്യുന്നത് ഈ ബീഹാറിൽ 3 കോടി ജനങ്ങളെ വർദ്ധിച്ചേക്കണേ. അതെ, ഈ ജനസംഖ്യാ വർധനവും ബാക്ക്വേർഡ്നെസിന്റെ പിന്നാക്കാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. എന്തുകൊണ്ടാണ് ജനസംഖ്യാ നിയന്ത്രണം കേരളം പോലെ പ്രശ്നമാണോ ഗുണമാണോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. അപ്പോ ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മൾ ഈ പിന്നാക്കാവസ്ഥയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനസംഖ്യയുടെ എത്രയും കേരളത്തിൽ ജനസംഖ്യാ വർധനവും നമ്മുടെ പിന്നാക്കാവസ്ഥ മറികടക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, ഒരു മിനിറ്റ്, അല്ല, കേരളത്തെ വിട്ടോളൂ, മറ്റ് സംസ്ഥാനങ്ങൾ എടുത്താൽ മതി. മാന്യതയ്ക്ക് ചേർന്നില്ല, ഞാൻ എന്തെങ്കിലും പറയും. അപ്പൊ കേരളത്തെ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോഴും ബീഹാറിന്റെ ഡെവലപ്പ് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ബീഹാറിനെ വിടാം, ഗുജറാത്ത് എടുക്കാം. ഞാൻ ഗുജറാത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞപ്പോ തന്നെ മറ്റേ എക്സാമ്പിൾ അല്ല അവിടെ അല്ല, ഇത് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം വന്നിട്ട് ശരി എന്ന് 4 പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇപ്പൊ ഞാൻ ആകെ അഭിലാഷ് പറഞ്ഞതിൽ ബീഹാറിന്റെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ കണക്ക് കൂടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ എടുക്കണമെന്നല്ല, കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 27 ലക്ഷം കൂടിയപ്പോൾ അവിടെ 10 വർഷം കൊണ്ട് 3 കോടി കേരളത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ അവിടെ വന്നു എന്ന് കണക്ക് പറഞ്ഞു. താങ്കൾ പറയുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൂടി പറയണം. പറയരുത്. വളരെ മികച്ച ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്തത്, ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമാകാത്തത്. അല്ല അഭിലാഷ്, ഒരു കാര്യം മാന്യമായ ചർച്ചയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാനോട് വന്ന് മാത്രമല്ലേ പറയുന്നത്. അങ്ങയുടെ പോയിന്റ് ജനസംഖ്യ ബീഹാറിൽ എന്നുള്ളതാണല്ലോ. ശരി, അല്ല അതും പ്രശ്നമാണ്. അല്ല, എന്നാ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ അതിദാരിദ്ര്യ ജനത കേരളത്തിലേത് പെർസെന്റേജ് ഇപ്പോഴാണോ 0.3% ആയത്? അത് ഇപ്പോഴല്ലല്ലോ, കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ലോകത്ത് ഇന്ത്യയുടെ ആവറേജിനേക്കാൾ കുറവല്ലേ? അപ്പോൾ അതെന്താ പറയാത്തത്? അപ്പോൾ കേരളത്തിന് മറ്റു പല അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ ദാരിദ്ര്യമായാലും പെർ ക്യാപിറ്റ ആയാലും മറ്റ് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തന്നെ കേരളത്തിന് വളരെ അഡ്വാൻറ്റേജ്. അപ്പൊ ഒരു 10 വർഷത്തെ ഭരണത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇത്തരം എക്സ്പ്ലനേഷൻസ് ഒരു ചാനൽ അവതാരകം ചെയ്യുന്നത് ശരിയല്ല. അത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തെ ചെറുതായി കാണിക്കുവാൻ ശ്രമിക്കുന്നത് ശരിയല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ ഡേറ്റയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ ഡേറ്റ സമയം പോയി. അവതാരകർക്ക് തന്നെ അസഹിഷ്ണുതയാണ്. ഇത് നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ഇപ്പോഴും കമ്മ്യൂണിസമോ നക്സലിസമോ ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. എന്തായാലും ഇടവേള എടുക്കാണ്. ഇടവേളയ്ക്ക് ശേഷം സമയം ഉണ്ടെങ്കിൽ മടങ്ങിയെത്താം. ഇടവേള ചർച്ച ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കെ പി നൗഷാദ് അലി, നാളത്തെ ദിവസം ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയൊക്കെ ഒന്നാം തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്നാണ് ഉന്നയിച്ചത്. വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ദേശീയ തലത്തിലേറ്റ തിരിച്ചടിയായി, രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സിലേറ്റ തിരിച്ചടിയായി അംഗീകരിക്കുമോ? അഭിലാഷ്, ഒരു തർക്കവും വേണ്ട. നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിയുടെ എല്ലാ വാദങ്ങൾക്കും എല്ലാ മുന്നേറ്റങ്ങൾക്കും ഉപോത്ബലകമാവുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ബീഹാറിൻ്റെ ഉൾനാടൻ ഗ്രാമത്തിലൊരു വീടുണ്ടാക്കാൻ 20,000 രൂപയാണ് ആകെ ചെലവ് വരുന്നത്. ആ ബീഹാർ കേരളത്തോളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കർ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ BJP പ്രവർത്തകർ പോലും ഇത് വിശ്വസിക്കില്ല. അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ കേരളത്തിലെ? അപ്പോൾ ഇതൊക്കെ വെറുതെ. പിന്നെ അദ്ദേഹം PR ഡിപ്പാർട്ട്മെന്റ് അവിടെ കൊടുത്ത് തെരഞ്ഞെടുപ്പ് പരസ്യം വായിച്ചാൽ
പരസ്യമാണ്, അല്ലാതെ ശിവശങ്കറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം വായിച്ചൊരു വസ്തുത തന്നെയാണത്. അത് സംസ്ഥാന സർക്കാർ കൊടുത്ത പരസ്യമാണ്. അല്ലാതെ ബീഹാറിൻ്റെ സ്ഥിതിയൊക്കെ അതിദയനീയമാണ്. 2 പതിറ്റാണ്ട് തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. ഇപ്പോഴും ജംഗിൾ രാജ് എന്നാണ് പറയുന്നത്. അതിനേക്കാൾ നല്ലത് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലം പറയുന്നതല്ലേ. 20 കൊല്ലം മുമ്പ് ഭരിച്ചിരുന്ന ആളുകളുടെ കുഴപ്പമാണ് ഇപ്പോഴും ഇവരുടെ പ്രചരണായുധം. അത്തരത്തിൽ ദുർബലമായ അവസാനം 10,000 രൂപ കൈക്കൂലി കൊടുത്ത് തിരിച്ചു വരാൻ ശ്രമിച്ച ഒരു മുന്നണിയാണ്. അത് നിശ്ചയമായിട്ടും എല്ലാ എക്സിറ്റ് പോളുകളും ബീഹാറിൽ അതിന്റെ ശവക്കല്ലറയായിരിക്കും. എന്തായാലും നമുക്ക് നാളെ രാവിലെ 6 മണി മുതൽ മാതൃഭൂമി ന്യൂസിൽ തത്സമയം ഓരോ ചലനങ്ങളും ബീഹാർ എങ്ങോട്ട് എന്നതിന്റെ ആദ്യത്തെ സൂചന പ്രേക്ഷകർക്ക് സ്ക്രീനിൽ അറിയാം. എല്ലാവരും കാത്തിരിക്കുക. രാവിലെ 6 മണി മുതൽ സ്പെഷ്യൽ കവറേജ്. താങ്ക് യു.